जय श्री राम, जय श्री राम, जय केरलम, जय केरलम, जय विकसित केरलम. എന്റെ പൊന്നെ, ജയ് വികസിത കേരളം, ജയ് കേരളം. നോർത്ത് ഇന്ത്യയിൽ പോയ ജയ് ശ്രീറാം, ജയ് ശ്രീറാം വിളിച്ച് നോർത്ത് ഇന്ത്യയിൽ വോട്ട് തെണ്ടുന്നു. കേരളത്തിലെത്തിയാൽ ജയ് കേരള എന്ന് പറഞ്ഞ് വോട്ട് നേടുന്നു. എന്റെ പൊന്നു ചേട്ടായി, എന്റെ നരേന്ദ്രമോദി ചേട്ടായി, ഒന്നേ പറയാനുള്ള ബുദ്ധിയുള്ള ആളുകളുടെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ഒന്നും കാണിച്ചു കൂട്ടരുത്. ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടേ. നിങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ട് അതും ഇത് വാരിക്കോരി തരാന്നൊക്കെ പറയുന്നില്ലേ? ദയവ് ചെയ്ത് അതൊക്കെ എടുത്തിട്ട് ആ ബീഹാറിലും യുപിയിലും ഗുജറാത്തിലൊക്കെ ഒന്ന് കൊടുക്ക്. കഷ്ടപ്പാടാണ്, എന്താ പറയാ. എന്നിട്ട് ഇവിടെ കുറെ ആളുകൾ ഇത് കണ്ടില്ലേ, അടിപൊളി അടിപൊളി എന്നൊക്കെ ചില ഭാഗങ്ങൾ മാത്രം കാണിക്കും. കഷ്ടപ്പാട് ദുരിതമാണ്. ആ ദുരിതം ഒന്ന് തീർത്തു കൊടുക്കണം, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഗ്യാസ് ഫ്രീ, 2500 രൂപയുടെ അത് ഫ്രീ ഇത് ഫ്രീ, കുറെ സെലിബ്രിറ്റികളെ കയ്യിലാക്കിയിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ റീലിടിച്ച് കഴിഞ്ഞാൽ അങ്ങ് കേരളം അങ്ങ് മലമറക്കിച്ചിട്ടാണ് നടക്കുന്നത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക, ഹൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്ര തന്നെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ഞാൻ അങ്ങനെ ഒന്നും എവിടെയും പറയാറില്ല, ഇത് പറയാണ്. അഖിൽ മാരാറിന്റെ ഡബിൾ താണ്ഡവം കാണാം. എനിക്ക് ബി ജെ പിയുടെ എല്ലാ നയങ്ങളും ഉൾക്കൊള്ളാൻ പറ്റും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽമാരാർ സ്ഥാനാർത്ഥിയാണ് ആണോ? ഞാൻ ഒരു ഒക്ടോബറിൽ എന്റെ ഒരു സിനിമ ഷൂട്ടിംഗ് ഉണ്ട്, നമ്മൾ ഇനി സിനിമയായിട്ട് പോകും. സ്ഥാനാർത്ഥി അല്ലാന്ന് പറയില്ല. സ്ഥാനാർത്ഥി അല്ലാന്ന് പറയില്ല. എനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാന്ന് പറയാം. കോൺഗ്രസ് സമീപിച്ചാൽ സ്വതന്ത്രമായി വേണമെങ്കിൽ ഞാൻ മത്സരിക്കാന്ന് പറയാം. കോൺഗ്രസ് സമീപിച്ചാൽ അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അവർ സമീപിക്കാൻ തോന്നുന്നില്ല. ഞാൻ ചിലപ്പോൾ അവരെയും വിമർശിക്കും. ബി ജെ പി സമീപിച്ചാൽ അവരെയും വിമർശിക്കും. എനിക്ക് ബി ജെ പിയുടെ എല്ലാ നയങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തായാലും രാഷ്ട്രീയം ബി ജെ പിയുടെ വർഗീയത മാറ്റി വെച്ച് ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്യും. പക്ഷേ വർഗീയത കിടക്കുന്നത് അതാണ് അവരുടെ ബേസ്. അതാണ് അവരുടെ ബേസ്. ആ ബേസിന്റെ ഉള്ളിലേക്കാണ് കയറി ചെന്നുള്ള ചേട്ടായി. ഇനി ഒന്നും നോക്കാനില്ല, ഇനി അങ്ങ് തുടങ്ങാം. ഇപ്പൊ എന്താ മുസ്ലിങ്ങളായ ആളുകൾ കമന്റ് ഇടുന്നു, വൃത്തിയേട് പറയുന്നു, ആരൊക്കെ ചേർന്ന് പോസ്റ്റർ കീറുന്നു, നന്നായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചാണകം മണപ്പിച്ചേ വെക്കൂ. അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം അവൻ അങ്ങ് കൂപ്പുകൂത്തി നിലപാട് മാറ്റി ഇപ്പൊ ഡയലോഗ് അടിക്കും. ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ടാണ്. സെൽഫ് PR വർക്ക് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി, എല്ലാം ഞാനാണ് എല്ലാം തേങ്ങാക്കൊല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. ഇനി PC ജോർജിന്റെ ഒരു കഥ കാണണം കേട്ടോ. ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം SDPI കുറിച്ച്. VC ജോർജിനൊപ്പം മത്സരിച്ചവരാണ്. ഇപ്പൊ മഹൽ കമ്മിറ്റിയിൽ ഇങ്ങനെയുള്ളവർ SDPയിലുള്ളവർ നുഴഞ്ഞു കയറുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. അപ്പൊ അവരൊക്കെ തീവ്രവാദികളായി അങ്ങ് മുദ്ര കുത്തപ്പെടുകയാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? യഥാർത്ഥ അവസ്ഥ ഞാൻ പറയാം. ഈ SDPI കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാരും എന്നെ എതിർത്തു. ആകെ എനിക്കൊരു സഹായമായിട്ട് വന്നത് SDPക്കാർ മാത്രമാണ്. വളരെ മാന്യമായ സമീപനമാണ് എന്നോടുണ്ടായിരുന്നത്. അവരുടെ പ്രവർത്തനത്തിലും ഒരു വർഗീയതയും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തൊഴിലുറപ്പുള്ള ഒരു അധ്യാപകൻ്റെ കൈവെട്ട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ആരോപണം വരുന്നത്. ആ അധ്യാപകനെ പറ്റി എനിക്ക് അധ്യാപകൻ്റെ ലേഖനവും അധ്യാപകൻ്റെ പുസ്തകമൊക്കെ വായിച്ചു. പച്ച കള്ളമാണ് എഴുതി വെച്ചിരിക്കുക. അയാൾ മൂവാറ്റുപുഴക്കാരനാണ് എഴുതി വെച്ചിരിക്കുക. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ചെമ്മലമറ്റ എന്ന സ്ഥലത്ത് ജനിച്ച് വളർന്ന അയാൾ ഇവിടെ നിന്ന് വിദ്യാഭ്യാസമായിട്ട് പോയിട്ട് മൂവാറ്റുപുഴ പോയി MA ഒക്കെ പ്രൈവറ്റായിട്ട് എഴുതി എടുത്തതാണ്. അയാൾ സ്വന്തം ഇവിടെ വസ്തു മുഴുവൻ കസ്റ്റഡിയിൽ എടുത്തിട്ട് സ്വന്തം അമ്മയ്ക്ക് പോലും ഒന്നും കൊടുക്കില്ലായിരുന്നു. സ്വന്തം അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാതെ ഇട്ടവൻ മനുഷ്യനാണോ? അവൻ്റെ കൈയല്ലല്ലോ, തല പോലും വെട്ടിക്കളയാൻ പോലും ഞാൻ കുറ്റം പറയാറ്. എന്താ അല്ലേ, SDPIനൊക്കെ ചേർത്ത് വെച്ചോണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RSS എന്താണോ അതിന്റെ വിപരീതം തന്നെയാണ് ഈ പറയുന്ന SDPI. ഞാൻ ഒരിക്കലും ആ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യില്ല. ഒരു മനുഷ്യന്റെ കൈ വെട്ടിയതിന് പകരം തലയാണ് വെട്ടേണ്ടത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. PC ജോർജിന്റെ ആ ഒരു താല്പര്യങ്ങൾ അങ്ങനെയാണ് എന്നുള്ളതാണ്. എന്നാൽ അന്ന് SDPIയെ വലിയ രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്ത് കുറച്ച് മുസ്ലിംസ് അതിലുണ്ടല്ലോ അല്ലെ, അവരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മറ്റുള്ള മുസ്ലിങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോക്കെ. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. മുസ്ലിമാണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. പോളേ എല്ലാം പോളേ, പാകിസ്ഥാനിലേക്ക് പോളേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു ഇതാണ് ഇവന്റെ ഒക്കെ ഒരു നിലപാട് എന്നുള്ളതാണ്. SDPI എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ അങ്ങ് ചേർത്ത് വെച്ച് സംസാരിക്കുന്നു. അധികം വൈകാതെ തന്നെ BJPയിലേക്ക് സീറ്റ് കിട്ടുമ്പോൾ എല്ലാം മാറ്റി പറയുന്നു. വകതിരിവില്ല. ഇവന്റെ ഇടയ്ക്ക് ഏതോ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കാരെയും പേടിയില്ല, ഞാൻ എന്തും തുറന്നു പറയും, കാരണം എന്റെ കയ്യിൽ സമ്പത്തുണ്ട്, എന്റെ കയ്യിൽ സമ്പത്തുള്ളിടത്തോളം കാലം ഞാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ് അവന്റെ ഊളത്തരം. ഇപ്പൊ വോട്ട് തെണ്ടാൻ പോയിട്ട് അവിടെ നാട്ടുകാർ തല്ലി ഓടിച്ച് നിങ്ങൾ കണ്ടല്ലോ.
ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നിലപാടില്ലാത്ത ആളുകളുണ്ട്. തുടക്കത്തിൽ നരേന്ദ്രമോദിയുടെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുക. പിന്നെ അഖിൽ മാരാറ് നിലപാട് ഒരിക്കലും ഇല്ലാത്തൊരു മനുഷ്യൻ. PC ജോർജ് ഒരിക്കലും ഇല്ല, അവൻ ഭയങ്കര ഡയലോഗ് അടിയാ. ഇനി ക്രിസംഗികളായ ആളുകള്, ക്രിസ്ത്യാനികളായ മനുഷ്യന്മാരോട് ഒന്നേ പറയാനുള്ളൂ, ശശികല മേഡം മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒരു ബില്ല് പാസ്സാക്കിയിട്ടില്ലേ, അതായത് ക്രൈസ്തവർക്കുള്ള പോട്ട്. അന്ന് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞപ്പോ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് കുറെ ആളുകൾ മാറിയിരുന്നു. ഇപ്പൊ ഇതാ ഇങ്ങനെ ഒരു ബില്ല് പാസ്സായിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ. കാലങ്ങൾക്ക് മുമ്പേ BJP നടപ്പിലാക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളാ ക്രിസ്ത്യൻ സഭകൾക്ക് നേരെയുള്ള ഈ അഴിഞ്ഞാട്ടം എന്നുള്ളതാ. വേണമെങ്കിൽ ശശികല മേഡം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും, കുറച്ച് പഴയതാണെങ്കിലും കുഴപ്പമില്ല, പഴയ നിലപാട് തന്നെയല്ലേ അവർക്ക് ഇപ്പോഴും. വർഗീയത കാണാം. കേരളത്തിൽ സർക്കാർ എയ്ഡ് കൊണ്ട് പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സഭയുടെ കോളേജുകളും ഹൈസ്കൂളുകളും LP സ്കൂളുകളും തൊട്ടുണ്ട്. പള്ളിയോ ചാപ്പലോ ഇല്ലാത്ത ഒരു സ്കൂൾ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു കോളേജ് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ എന്ത് ഇതുവരെ ചോദിക്കാൻ? സ്കൂളിൽ എന്തിനാ പള്ളി, കോളേജിൽ എന്തിനാ പള്ളി? അത് അവർക്കാകാം, പക്ഷെ ഹിന്ദുവിന് പാടില്ല. അല്ലാതെ കൃത്യമായി ക്രൈസ്തവ ലോബിയുടെ പണിയായിരുന്നു. കാരണം കേരളത്തിലെ ഭൂസ്വത്തുക്കൾ, ക്ഷേത്രങ്ങളുടെ ഭൂസ്വത്തുക്കൾ നല്ലൊരു ശതമാനവും ക്രൈസ്തവ സഭയുടെ കയ്യിലുണ്ട്. മര്യാദയ്ക്ക് ദേവസ്വം ബോർഡ് ഒരു കേസ് നടത്തിയാൽ, കേസ് നടത്തി കമ്മിറ്റിക്കാർ നടത്തിയത് പോലും വിട്ടെടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറല്ല. ആ ഭൂമി കൈവിട്ടു പോകുമോ എന്ന ഭയമാണ് ക്രൈസ്തവ ലോബിയെ ഹൈന്ദവ ദേവസ്വം ബോർഡുകൾക്ക് മുകളിൽ രാഷ്ട്രീയക്കാരന്റെ കൂച്ചുവിലം കടിയിപ്പിക്കാൻ കാരണം. മലയാറ്റൂർ പള്ളിക്ക് കൊടുക്കുമ്പോ, എടത്തോ പള്ളിക്ക് കൊടുക്കുമ്പോ, ഭരണങ്ങാനത്തേക്ക് കൊടുക്കുമ്പോ ഒരു എച്ചിക്കണക്കില്ല. അവിടുത്തെ റോഡൊന്നും നന്നാക്കി കൊടുത്താൽ ഒരു പ്രശ്നമില്ല. ശബരിമലയ്ക്ക് ഞങ്ങൾ റോഡ് നന്നാക്കണം, റോഡ് നന്നാക്കേണ്ട സർക്കാരിന്റെ ബാധ്യതയല്ലേ. ഒരു കാര്യം ചോദിക്കട്ടെ എന്റെ പൊന്ന അമ്മച്ചി, സ്കൂളിൽ എന്തിനാ അമ്പലം? അത് ഒന്നാമത്തെ ചോദ്യ. നമുക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടോ? ഞാനൊരു ഹിന്ദുവാ, ഞങ്ങള് സ്കൂളിൽ അങ്ങനെ അമ്പലം കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഹിന്ദുവായി ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആർക്കെങ്കിലും ഒരു വിരോധം ഉണ്ടാ? അതും ഇല്ല എന്നുള്ളതാ. നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, ക്രിസ്തീയ സഭകൾക്ക് കീഴിലുള്ള സ്കൂളുകൾ, ആ സ്കൂൾ മൈതാനിയിൽ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടെങ്കിൽ അതിനെങ്ങനെയാടാ നമുക്ക് തള്ളിക്കളയാൻ കഴിയുക? അതിനെങ്ങനെയാണ് നമുക്ക് വേണ്ടെന്ന് പറയാൻ കഴിയുക? അത് അവരുടെ താല്പര്യങ്ങളാ. അവരുടെ ട്രസ്റ്റിലേക്ക് ഇന്റർനാഷണൽ മണിയൊക്കെ വരുന്നുണ്ട്, ആളുകൾ സംഭാവന ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ അവർ സഹായിക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പല രീതിയിൽ അവർ സഹായിക്കുന്നുണ്ട്. ഈ സഹായങ്ങൾ കണ്ടുകൊണ്ട് ഇവർക്ക് വെറുപ്പ് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ പാസ്സാക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പേ ശശികല പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ ഇപ്പൊ അത് നടപ്പിലാക്കി അല്ലെ. അവര് പതുക്കെ പതുക്കെ എല്ലാം അവരിലേക്ക് എത്തിക്കാനുള്ള പണികൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഹിന്ദു രാജ്യം ഇതാക്കണം എന്ന് പറഞ്ഞത് ഇന്നോ ഇന്നലോ ഒന്നല്ല, കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. അതിനുവേണ്ടി അവർ പണിയെടുക്കും, ഓരോ ഘട്ടമായിട്ട് പണിയെടുക്കും. വഖഫ് ഭൂമി ആദ്യം കയ്യേറി, ഇപ്പതാ ക്രിസ്തീയ സഭകൾക്ക് കിട്ടുന്ന ഇത്തരം ഫണ്ടുകൾ അത് നിർത്തലാക്കാനുള്ള പണികളാണ് ചെയ്യാൻ പോകുന്നത്. എന്ത് വലിയ ഉളത്തര. അപ്പൊ കാലങ്ങൾക്ക് മുമ്പേ ആര് പറഞ്ഞിട്ടുണ്ട്? ശശികല മേഡം പറഞ്ഞിട്ടുണ്ട്. ഇനി വാക്കിംഗ് കൂടി കേൾക്കണം. ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത്, കാത് കൂർപ്പിച്ച് കേൾക്കുക. ഇനി വരൂ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ഭാഗത്ത്, അവിടെ കടലിൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രമേ പോകാൻ പാടൂ. നീണ്ടകര പാലത്തിന് തെക്കു ഭാഗത്തേക്ക് ഒരൊറ്റ ഹിന്ദു മീൻ പിടിക്കാൻ ചെല്ലാൻ പാടില്ല. നീണ്ടകര പാലത്തിന് തെക്കു ഭാഗത്തേക്ക് ഒരൊറ്റ ഹിന്ദു മീൻ പിടിക്കാൻ ചെന്നാൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്നോളി. പാലക്കാട്ടിൽക്കൊന്നും അങ്ങനെ മീൻ പിടിച്ച് ശീലം ഉണ്ടാവില്ല, കാരണം നമ്മൾ കടൽ കാണാത്തവരല്ലേ. സംശയം ഉണ്ടെങ്കിൽ ആർക്കും വള്ളവും വലയുമായി പോകാം. ഒരു ഹിന്ദുവാണ് അവിടെ വലയിട്ടതെങ്കിൽ, വള്ളവുമായി ചെന്നതെങ്കിൽ പിടിച്ച് പള്ളിക്കുള്ളിലിട്ട് പൂട്ടിയിടും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പാണ് അവിടെ വള്ളവും വലയുമായി പോയ ഹിന്ദുക്കളെ പിടിച്ച് പൂട്ടിയിട്ടു. പള്ളിയിൽ അച്ഛൻ വരെയുള്ളവർ നേതൃത്വം കൊടുത്ത് പൂട്ടിയിട്ടു. ഹൈന്ദവ സംഘടനകൾ ചെന്നാണ് മോചിപ്പിച്ചത്. സന്ധി സംഭാഷണത്തിന് വിളിച്ചു. ഒരു ചെറിയ മുറിയിൽ 4-5 കസേര, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി ഇവരൊരു ഭാഗത്ത്, ചർച്ചയ്ക്ക് വരുന്നവർക്ക് ഇരിക്കാൻ 5 കസേര മുന്നിൽ നിരത്തി. 5 പള്ളിയിലച്ചന്മാർ അവിടെ ചെന്ന് നിന്നു. ഹിന്ദുക്കൾ അവിടെ ചെന്ന് ഓർച്ചാനിച്ച് നിൽക്കാൻ, ഇരിക്കാൻ പോലും ഒരു സീറ്റ് സന്ധി സംഭാഷണത്തിന് വിളിച്ചപ്പോൾ ഇല്ല. റോട്ടിൽ കൂടി പോണ പട്ടിയുടെ വില പോലും അവിടെ ഹൈന്ദവ സമൂഹത്തിന് ഭരണകർത്താക്കൾ കൊടുക്കുന്നില്ല. സർക്കാർ വിളിച്ച ചർച്ചയ്ക്ക് ഒരു കസേര പോലും വലിച്ചിട്ട് കൊടുക്കാതെ അരയ സമൂഹത്തിന്റെയും ഹൈന്ദവ സമൂഹത്തിന്റെയും പ്രതിനിധികളെ നിർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞത് പള്ളിയിലച്ഛൻ എന്ത് പറഞ്ഞോ അതിനപ്പുറം എനിക്കില്ല എന്ന്. പള്ളിയിലച്ഛൻ എന്ത് പറഞ്ഞോ അതിനപ്പുറം എനിക്കില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞ വർത്തമാനമാണ്. ഇന്നും
നീണ്ടകര പാലത്തിന് വടക്കു ഭാഗത്തല്ലാതെ നീണ്ടകര പാലത്തിന് തെക്കു ഭാഗത്ത് വലയിടാൻ ഹിന്ദുവിന് അധികാരമില്ല. കാസർഗോട്ട് അത് പ്രാദേശിക വികാരമല്ല. കാസർഗോട്ട് നിന്ന് ക്രിസ്ത്യാനിക്ക് അവിടെ പോയി വലയിടാൻ കുഴപ്പമില്ല. പക്ഷെ നീണ്ടകര പാലത്തിന്റെ വടക്കേ ഭാഗത്തുനിന്ന് തെക്ക് ഭാഗത്തൊന്നും വലയിടാൻ പാടില്ല. വലയിടണമെങ്കിൽ അവൻ മാമോദീസ മുങ്ങണം. ഈ അസഹിഷ്ണുത ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഹൈന്ദവ സംഘടനകൾക്കല്ലാതെ മറ്റാർക്ക് ഈ വിഷയമുണ്ട്? അപ്പൊ കടലിനും മതം. പൊന്നാനി കടല് മുസ്ലിമിന്റെയാണ്, ഇവിടെ ആറ്റിങ്ങൽ കടല് ക്രിസ്ത്യാനിറ്റിയാണ്. നമ്മൾ എങ്ങോട്ട് പോകണം? നമുക്ക് എവിടെയുണ്ട്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹൈന്ദവ സമൂഹം ഇതുവരെ? എന്നിട്ടും അസഹിഷ്ണുതയുടെ മുഴുവൻ ബിരുദവും ചാർത്തുന്നത് ഹൈന്ദവ സമൂഹത്തിന് മേല്. എന്റെ പൊന്നു മക്കളെ, ഏതെങ്കിലും ഒരു കടലിന്റെ ഒരു ഭാഗം ഈ ഹൈന്ദവന്റെ മക്കൾക്ക് കൊടുക്കണം കേട്ടാ. കാര്യമായിട്ട് പറയാ, നിങ്ങളിങ്ങനെ കൈയടക്കി വെക്കല്ലേ. കടലിന്റെ ഉള്ളിലും കടൽ ജിഹാദ്, അതിന്റെ ഉള്ളിലും എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാ? പിന്നെ നീണ്ടകരയിലുള്ള ആളുകളോട് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങൾ അവിടെ ഇങ്ങനെ വല്ലതും ഉണ്ടാ? ചോദിക്കട്ടെ. ഇതിപ്പോ കുറെ കാലം ഈ വീഡിയോ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നേ. ഇത് കറക്റ്റ് ആപ്റ്റ് സമയമായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അങ്ങ് എടുത്തിട്ടത് എന്നുള്ളതാ. കടലിലും ജിഹാദ്. ഇവർക്ക് എവിടുന്നാണ് ഇങ്ങനെയുള്ള കണ്ടന്റ് കിട്ടുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കിയെടുക്കണം. വേറെ ഒരു ചിന്തയില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവർക്ക് ഇത്തരം വാക്കുകൾ സംസാരിക്കാൻ കഴിയുന്നത്? എന്തായാലും ക്രിസ്ത്യൻസിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇവറ്റകൾക്ക് വോട്ട് ചെയ്ത കഴിഞ്ഞ കഥ. കുറച്ചു കാലം പിന്നിലോട്ട് സഞ്ചരിച്ച ഇവരുടെ സ്വഭാവം, കേരളത്തിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ, ശശികല മേഡം അടക്കമുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി കിട്ടുന്നുണ്ട്, കൃത്യമായി അവിടെ കിടക്കുന്നുണ്ട്. ഈ പി സി ജോർജ് തന്നെ അന്ന് എന്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നരേന്ദ്രമോദിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്? കൃത്യമായ അവലോകനം കൊണ്ടാണെന്നുള്ളതാ. പിന്നീട് അത് മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അഖിൽമാരാർ എന്തുകൊണ്ടാണ് വർഗീയ രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ എന്ന് പറയുന്നത്? അത് കൃത്യമായി ബോധമുള്ള ആളായത് കൊണ്ടായിരുന്നു എന്നുള്ളതാ. ഇന്ന് ബോധം മാറ്റുന്നത് എന്തിനാണെന്നറിയോ? പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാ. അപ്പൊ ഇവര് പലപ്പോഴും പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തലക്കകത്ത് കയറ്റി വെക്കണം. ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോവരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാനൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവനോ അങ്ങനെ ഒരു തരത്തിലുള്ള വേർതിരിവുകളില്ല. നിങ്ങളുടെ രാഷ്ട്രീയം, ആരുടെ രാഷ്ട്രീയത്തിനോടും എനിക്ക് യാതൊരു വെറുപ്പില്ല. ഒരു രാഷ്ട്രീയത്തിനോട് എനിക്ക് വെറുപ്പുണ്ട്, അത് വർഗീയതയുടെ രാഷ്ട്രീയ എന്നുള്ളതാ. അത് ഇവിടെ കാണിക്കുന്നത് BJP ആണെന്നുള്ളതാ, RSS ആണെന്നുള്ളതാ. അതിന് കൃത്യമായി ചൂണ്ടിക്കാണിക്കും. പിന്നെ ഈ SDPI എന്ന് പറയുന്ന ഈ ഒരു സംഘടന, അതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല എന്നുള്ളതാ. വർഗീയത ആര് പറയുന്ന അവർക്കെതിരെ തന്നെയാണ് സംസാരിക്കാറ്. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. ഈ നാട് 10-70 വർഷമായി ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ നോർത്തിലേക്ക് നിങ്ങൾ നോക്കണം, അവരാണ് ഇവിടെ വന്ന് പറയുന്നത് നമ്മൾ വികസിച്ചിട്ടില്ല എന്നും നമ്മൾ മോശമാണെന്നുള്ളത്. നമ്മളത് വിട്ടുകൊടുക്കാൻ കഴിയില്ല. കേരള സ്റ്റോറി എന്നൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ കഥയാണ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യും? സംഭവിച്ച കഥകളൊക്കെ ഓക്കെ, സംഭവിക്കാത്തത് ഇല്ലാ കഥകൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും? ഇവിടെ ശശികല പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? ഈ ശശികല പറഞ്ഞ വാക്കുകൾ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ, ഇന്നത് നടപ്പിലാവാൻ പോവുക. ക്രിസ്ത്യൻസിന് നേരെയാണ് അതിക്രമങ്ങൾ, അത് ആലോചിക്കണം. മുസ്ലിങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോ ആരും മിണ്ടിയില്ല. ആഹാ, നമ്മളെ നേരൊക്കൊന്നല്ല വരുന്നെന്ന് ആലോചിച്ചേ. അപ്പൊ ക്രിസ്ത്യൻസിന് നേരെ വന്നില്ലേ? ഏതെങ്കിലും മുസൽമാൻ ഈ വിഷയത്തിൽ ഇടപെടാതിരുന്നിട്ടുണ്ടാ? ചർച്ച ചെയ്യുന്നുണ്ട്, എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. നമ്മൾ വർഗീയതക്കെതിരെയാണ് സംസാരിക്കേണ്ടത്. അപ്പൊ കേന്ദ്രം നമുക്ക് എന്തെങ്കിലും തരണമെങ്കിൽ BJP ഇവിടെ വേണമെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇത് ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന നികുതി പണം നമുക്ക് തിരിച്ചു തരണം, അത് ഓരോ വികസന പ്രവർത്തനം തരണം, അത് നമ്മുടെ അവകാശമാണ്. കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് കേരളവും ഭരിക്കേണ്ടത് അവരാണ്, എന്നാലേ കിട്ടുള്ളൂ എന്ന് പറയുന്നത് ഊളത്തരാം. ജനാധിപത്യ രാജ്യമാണ്, ഒരു ഭരണഘടന ഉണ്ട് ഈ രാജ്യത്ത്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാ. തമ്മിൽ തല്ലാതിരിക്കുക. ജാതിയുടെ മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെ പേരിലും ഭക്ഷണത്തിന്റെ പേരിൽ പോലും തല്ലുണ്ടാപ്പിക്കാൻ നോക്കുകയാണ്. അതൊന്നും ചെയ്യരുത്. ഇപ്പൊ ബീഫ് ഫെസ്റ്റ് നടത്തിയപ്പോ കുറെ സംഘികൾ എന്ന് പറയാ, നിങ്ങൾ പോർക്ക് ഫെസ്റ്റ് നടത്തി കാണിക്കടാ എന്നൊക്കെ. എന്തിനാവും അങ്ങനെ ഒരു വാക്ക് സംസാരിക്കുന്നത്? നാളെ ഹൈന്ദവ മതവിശ്വാസ പ്രകാരം ദൈവമായി കാണുന്ന പന്നി അത് അറക്കരുത്, അത് തിന്നരുത് പറയുമ്പോ ക്രൈസ്തവരുടെ കൂടെ ഞാൻ നിൽക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ സമരം ചെയ്യാനും നിങ്ങളുടെ കൂടെ ഇരുന്ന് അത് കഴിക്കാനും സമരത്തിന് പങ്കുചേരാൻ ഞാൻ ഉണ്ടാവും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. എനിക്ക് ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവനോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഒന്നാണ് എല്ലാവരും. അത് മനസ്സിലാക്കുക എന്നുള്ളതാ. വർഗീയതയെ മാറ്റി നിർത്തുക. BJPക്ക് വോട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായി ചിന്തിക്കുക. ഇപ്പൊ അവരുടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആളുകളൊക്കെ അവർക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന് സംസാരിക്കുന്നവരാന്ന് മാത്രം ആലോചിക്കുക. PC ജോർജൊക്കെ ഡയലോഗ് അടിക്കാൻ നിങ്ങൾ കാണുന്നില്ലേ? അയാൾക്കൊക്കെ ഭയങ്കരമായിട്ട് സമ്പത്ത് ഉണ്ടാക്കണം എന്ന ആഗ്രഹം മാത്രമുണ്ട്. അയാളുടെ മനസ്സിൽ ഫുള്ള് വിഷാണെന്നുള്ളതാണ്.
അവന് ക്രൈസ്തവനോട് സ്നേഹമില്ല, മുസൽമാനോട് സ്നേഹമില്ല, അവന് ഒന്നിനോട് മാത്രം സ്നേഹമുള്ളത് സമ്പത്തിനോട് മാത്രമാണ്. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. നരേന്ദ്രമോദി വോട്ട് പിടിക്കുക, അവിടെ ജയ് ശ്രീറാം വിളിക്കും, കേരളത്തിൽ നിന്ന് ജയ് കേരള എന്ന് വിളിക്കും. ആ ഡിഫറൻറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് വാരിക്കോരി തരാം എന്ന് പറയുന്ന സാധനങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ പറ. അവർക്കാണ് അത് ആവശ്യം, നമുക്കെന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമല്ല, നമുക്ക് അവകാശപ്പെട്ടതുണ്ട്, അത് തിരിച്ചു തരിക. വേറെ ഒന്നും നമ്മൾ പറയേണ്ടതായിട്ടില്ല. പിന്നെ വോട്ട് ചെയ്യുമ്പോൾ ഇടത് അല്ലെങ്കിൽ വലത്, ഞാൻ കാര്യമായിട്ട് പറയാം, നിങ്ങൾ ഇടതിനോ വലതിനോ വോട്ട് ചെയ്തോ ഒരു കുഴപ്പമില്ല, വർഗീയതക്ക് വോട്ട് ചെയ്യരുത്, അത്രേ പറയുന്നുള്ളൂ. വീണ്ടും പരപതി വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.